പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പുനരുദ്ധാനം ചെയ്ത് പരിശുദ്ധ കുർബാനയിലും തിരുവചനത്തിലും ഇന്നും ജീവിക്കുന്ന ഈശോയെ, ഈ നിമിഷം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യണമേ. സമാധാനമില്ലാത്ത അനുഭവങ്ങളിലേക്ക് അങ്ങ് സമാധാനമായി കടന്നു വരണമേ. ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് അങ്ങ് സൗഖ്യദായകനായി കടന്നു വരണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീയ അനുഭവവും ഉണർവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും അർപ്പിച്ചുകൊണ്ടിരുന്ന ബലികളിൽ എങ്ങനെയാണ് പിതാവായ ദൈവം സംപ്രീതനായി എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പുരോഹിതന്മാർ അർപ്പിച്ചിരുന്ന ബലിവസ്തുക്കളിലേക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്ന് അഗ്നി ഇറക്കി അതിനെ ദഹിപ്പിച്ചു കളയുമ്പോൾ പുരോഹിതന്മാർക്ക് ഉറപ്പാണ് തൻ്റെ ബലി ദൈവം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ പാപമോചനത്തിന് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി മലയിലെ കുരിശിൽ അർപ്പിച്ച തിരുബലി പിതാവായ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി യേശുവിൻ്റെ ശരീരത്തിലേക്ക് അയച്ച് അവിടത്തേക്ക് സമ്മാനമായി കൊടുത്ത പുനരുദ്ധാനം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങളിലായി ഈ പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നു, തിബേരിയൂസ് കടൽ തീരത്ത് വെച്ച് യേശു തന്നെ തന്നെ വീണ്ടും വെളിപ്പെടുത്തി. യേശു തന്നെ തന്നെ വീണ്ടും വെളിപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ആർക്കു മുമ്പിലാണ്? വിവിധങ്ങളായ സാഹചര്യങ്ങളിലാണ് യേശു ഉദ്ധിതനായിക്കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ പ്രത്യക്ഷപ്പെടലുകൾക്കും ആഴമായി ചില അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായി ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ നാം കാണുന്നു, എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വചനം പറയുന്നു, ജെറൂസലേമിൽ നിന്ന് 2 ശിഷ്യന്മാർ ഈശോയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതിന് പ്രതീകാത്മകമായി ചില അർത്ഥങ്ങളുണ്ട്. ജെറൂസലേം വലിയൊരു നഗരമാണ്, ദൈവാനുഭവത്തിൻ്റെ നഗരമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ ജെറൂസലേമിൽ തങ്ങുവിൻ. ഈ ശിഷ്യന്മാർക്ക് ജീവിത ദുഃഖത്തിൻ്റെ നടുവിൽ ക്ഷമ നഷ്ടപ്പെട്ടു, ആത്മസംയമനം നഷ്ടപ്പെട്ടു. ഉന്നതത്തിന് ശക്തി സ്വീകരിക്കുവാൻ സാധിക്കാതെ അവർ ജെറൂസലേം വിട്ട് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. എമ്മാവൂസ് ഒരു വില്ലേജാണ്, ഒരു ഗ്രാമപ്രദേശമാണെന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞാൽ ഉന്നതമായ ദൈവാനുഭവത്തിൽ നിന്നും അഭിഷേകത്തിൽ നിന്നും അഭിഷേകം കുറഞ്ഞ മേഖലകളിലേക്ക് അവർ യാത്ര ചെയ്തു എന്നാണ് അതിനർത്ഥം. ഇതിന് തെളിവുകളുണ്ട്. വചനത്തിൽ പറയുന്നു, ആ ശിഷ്യന്മാരുടെ മുഖം മ്ലാനവദമായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു. കാരണമുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹം മാത്രം പങ്കിട്ടു തന്ന യേശു അവരുടെ കൂടെയില്ല. എന്താണ് ഇതിനർത്ഥം? ജീവിതയാത്രയിൽ നിനക്ക് പ്രിയപ്പെട്ടതെന്ന് കരുതുന്നവ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിനക്ക് ദുഃഖമുണ്ടാകാം, നിനക്ക് വിശ്വാസം നഷ്ടപ്പെടാം. ഇതാ ശിഷ്യന്മാർ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ച് യാത്രയാകുന്ന ഒരു കഥയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഉദ്ധിതനായ കർത്താവ് അവരുടെ വിശ്വാസം നോക്കാതെ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുക. എന്താണ് ഇതിനർത്ഥം? ഇത് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സന്ദേശമുണ്ട്. ജീവിതയാത്രയിൽ ചില സഹനങ്ങളുടെ മധ്യത്തിൽ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടതുകൊണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം നീ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെങ്കിൽ നീ കരയരുത്. ഉദ്ധിതനായ കർത്താവ് വേദനിക്കുന്നവരുടെ ദൈവമാണ്. ഉദ്ധിതനായ ദൈവം വേദനിക്കുന്നവരുടെ ദൈവമാണ്. വീണ്ടും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതാ മറിയം മഗ്ദലനയ്ക്ക് മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. 20-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മറിയം മഗ്ദലന നിരാശപ്പെട്ടുകൊണ്ട് ദുഃഖിച്ച് വേദനിച്ച് കരയുകയാണ്. കാരണം എന്തെന്നോ, താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ജീവനായി കരുതിയിരുന്ന യേശുവിനെ മറിയത്തിന് നഷ്ടപ്പെട്ടു.
കാരണം മറിയത്തിന് ഒരു കടപ്പാടിൻ്റെ കഥ പറയുവാനുണ്ട് യേശുവിനോട്. തൻ്റെ ജീവിതത്തിലെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി തന്നെ രക്ഷിച്ചവനാണ് യേശു ക്രിസ്തു. അത്രമാത്രം ആഴമായ ഒരു സ്നേഹബന്ധം മറിയത്തിന് ക്രിസ്തുവുമായി ഉണ്ടായിരുന്നു. എങ്കിലും മറിയത്തിന് യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തിന് ശേഷം വചനത്തിൽ പറയുന്നത്, അവൾ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി. എന്തിനാണ് പോയത്? തൈലം പൂശുവാൻ. ഹെബ്രായ പാരമ്പര്യമനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയെ തൈലം പൂശി അടക്കുന്ന പതിവുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഇനി ഒരിക്കലും ആ വ്യക്തി ജീവന്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ല. ഇപ്രകാരം മരണത്തോടെ എല്ലാം കഴിഞ്ഞുവെന്ന് കരുതി ജീവിതത്തിൽ നിരാശപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ കല്ലറയിലേക്ക് യാത്രയാകുന്ന മറിയത്തിൻ്റെ ചിത്രമാണ് നാം കാണുക. യേശുവിൻ്റെ കല്ലറയിലേക്ക് മറിയം അന്വേഷിച്ചു ചെന്നത് യേശുവിൻ്റെ മൃതശരീരമാണ്. എന്നാൽ മൃതശരീരം അന്വേഷിക്കുന്ന മറിയത്തിന് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. മൃതശരീരം അന്വേഷിച്ച മറിയത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ ഉദ്ധിതനായ മഹത്വീകൃതമായ ശരീരമാണ്. ഇതാണ് ഉദ്ധിതൻ്റെ പ്രത്യേകത. നീ പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ദൈവമാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. ഇതാ ഉദ്ധിതനായ കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മറിയം മഗ്ദലേനയ്ക്കാണെന്ന് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കണം, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കണ്ണുനീരിന് മുമ്പിലാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. കരയുന്ന വ്യക്തിയുടെ മുമ്പിലാണ് ഉദ്ധിതനായ കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഇത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. നിന്റെ ദുഃഖങ്ങളുടെ നടുവിൽ, നിന്റെ വേദനയുടെ മധ്യത്തിൽ ഇതാ ഉദ്ധിതനായ കർത്താവ് നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. മാത്രമല്ല, വിശ്വാസമില്ലാത്തവളായിരുന്നു മറിയം മഗ്ദലേന. എങ്കിലും അവളുടെ അവിശ്വാസത്തിന് മുമ്പിൽ ഈശോ അവളെ രക്ഷിക്കുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുകയാണ്. നാം തിരിച്ചറിയണം, ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയത് മൂലം, സാമ്പത്തിക കടബാധ്യത മൂലം, ജീവിതത്തിലെ ദുരന്തങ്ങൾ മൂലം, തകർച്ചകൾ മൂലം, സഹനങ്ങൾ മൂലം നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ നിരാശപ്പെടരുത്. നിന്റെ മുമ്പിലും ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടും. നിന്റെ മുമ്പിലും ഉദ്ധിതനായ കർത്താവ് വസന്തത്തിൻ്റെ സമൃദ്ധിയുമായി കടന്നു വരുമെന്ന് മഗ്ദലേന മറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരു ശിഷ്യഗണം. രണ്ടാമതായിട്ട് മറിയമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഈശോയെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട വ്യക്തിയുടെ വേർപാടിൽ മരണത്തിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന മറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈശോ. ഇനി മൂന്നാമതായി നാം കാണാൻ പോകുന്നത് ശിഷ്യന്മാരുടെ മുമ്പിൽ കഥകടച്ച്, യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിനെ കുറിച്ചാണ്. ഉദ്ധിതനായ കർത്താവ് ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. വചനം പറയുന്നു, ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകുകൾ അടച്ചിട്ട് അവർ ഒളിച്ചിരുന്നു. ഇതാ ഭയപ്പാടുകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഉദ്ധിതനായ കർത്താവിൻ്റെ ചിത്രം. നിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളുടെ മധ്യത്തിൽ നീ നിരാശപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കുവാൻ ഉദ്ധിതനായ കർത്താവ്, പുനരുദ്ധാനം ചെയ്തവൻ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തയ്യാറാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പത്രോസും മറ്റു ശിഷ്യന്മാരെല്ലാവരും മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുവാണ്. എങ്കിലും വചനം പറയുന്നു, അവർ ആരംഭിച്ച ബിസിനസ് അമ്പേ പരാജയമായിരുന്നു. സാമ്പത്തിക കടബാധ്യതയാണ് അവർക്ക്. അവർ മത്സ്യങ്ങളെ പിടിക്കാൻ പോയിട്ട് ഓരോ ദിവസവും കാലിയായ ബോട്ടുമായിട്ടാണ് അവർ തിരിച്ചു വരിക. അവരുടെ പാഴായി പോയ പടവുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്നേഹപൂർവ്വം ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? യേശുവിൻ്റെ ഭാഷ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. തള്ളിപ്പറഞ്ഞതിൻ്റെ മുറിവുകൾ ഓർത്തിരിക്കാതെ, തള്ളിപ്പറഞ്ഞ കഥകൾ ഓർത്തിരിക്കാതെ, തന്നെ വഞ്ചിച്ചതിൻ്റെയോ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതിൻ്റെയോ തന്നെ തള്ളിപ്പറഞ്ഞതിൻ്റെയോ കഥകൾ ഓർത്തിരിക്കാതെ, പൂർവ്വകാല ജീവിതത്തിലെ എല്ലാം മറന്നുകൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പാഴായിപ്പോയ പടവുകളിലേക്ക് ക്രിസ്തു ഇറങ്ങി വരുന്നുണ്ട്. സാമ്പത്തിക കടബാധ്യത മൂലം വേദനിക്കുന്ന മക്കളുണ്ടല്ലോ, രോഗപീഠകൾ മൂലം വിഷമിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ നിരാശപ്പെടരുത്. വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കരുത്. ഇതാ ആ അനുഭവങ്ങളിലേക്കാണ് ഉദ്ധിതനായ കർത്താവ് കടന്നു വരുന്നത്. ഇവിടെ വളരെ പ്രത്യേകമായി ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്
യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകമായ രംഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്നു വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ അവരുടെ മധ്യത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. ഈ തിരുവചനത്തിൻ്റെ ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ ധ്യാനിക്കുവാൻ പോവുകയാണ്. ഒന്നാമത്തെ വചനം പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസം യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാർ. ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഞായറാഴ്ച ദിവസമാണ്. അന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്, ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്, സിനഗോഗിൽ പോകേണ്ട ദിവസമാണ്. എന്നാൽ ദുഃഖത്തിനടിമപ്പെട്ട്, നിരാശയ്ക്കടിമപ്പെട്ട്, പ്രാർത്ഥിക്കാതെ, പള്ളിയില്ലാതെ, ദേവാലയമില്ലാതെ അവർ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ നമ്മുടെയും കുടുംബത്തിലുണ്ട്. ചില സങ്കടങ്ങളുടെ പേരിൽ, ചില സംഭവങ്ങളുടെ പേരിൽ ദേവാലയത്തിൽ പോക്ക് നിർത്തിയവരുണ്ടല്ലോ, ചില സംഭവങ്ങളുടെ പേരിൽ പ്രാർത്ഥന നിർത്തിയവരുണ്ടല്ലോ. ഇതാ ഈശോ വചനം പറയുന്നു, അവരുടെ മധ്യത്തിലേക്കാണ് ഈശോ കടന്നു വന്നത്. വചനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അവർ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? ഭയന്ന് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിനും ശിഷ്യന്മാർക്കും ജീവിതത്തിൽ ഭയമുണ്ടായി. എല്ലാ ഭയങ്ങൾക്ക് പിന്നിലുമുള്ള ഭയമെന്ന് പറയുന്നത് മരണഭയമാണ്. രോഗിയായി കഴിയുന്ന ഒരു വ്യക്തി എന്തിന് ഭയപ്പെടുന്നു? കാരണം അവനറിയാം, ഞാൻ മരിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലെ ഏത് ഭയങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, ഇതിനെല്ലാം പിന്നിൽ ഒരു മരണഭയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ഭയപ്പെട്ട ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിനറിയാം, തൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ശിഷ്യന്മാരെ ഭാവിയിൽ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് ഒരു ആന്തരിക സൗഖ്യം ആവശ്യമാണ്. എന്താണ് ആന്തരിക സൗഖ്യം? ഭയത്തിൻ്റെ മേഖലയിൽ നിന്നുള്ള ഒരു ആന്തരിക സൗഖ്യം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭയത്തിനടിമപ്പെട്ട വ്യക്തികൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം 51-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികളും രാജസേവകന്മാരും ചങ്ങലകളുമായി യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ഭയം വന്നു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, തൻ്റെ ഉറയിൽ നിന്നും വാളൂരി പ്രധാന സേവകൻ്റെ ചെവി വെട്ടിക്കളഞ്ഞു. എന്താണ് ഇതിനർത്ഥം? ഭയപ്പെട്ട് കഴിയുമ്പോൾ ഒന്നാമതായി ആ വ്യക്തി മറ്റുള്ളവരെ നശിപ്പിക്കും. ഭയപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി എങ്ങനെയെങ്കിലും മറ്റുള്ള വ്യക്തികളെ തകർക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ നാം പറയുന്നത്, പല മൃഗങ്ങളും എത്രയോ പാവങ്ങളാണ്, പല മൃഗങ്ങളും എത്രയോ സൗമ്യഭാവങ്ങളുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മൃഗം അത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ആക്രമിക്കും. അപ്പോൾ ഭയം വരുന്ന വ്യക്തി മറ്റുള്ളവരെ നശിപ്പിക്കുവാനും ആക്രമിക്കുവാനും സാധ്യതയുണ്ട്. രണ്ടാമതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മറ്റൊരു സംഭവമാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഇതാ പൗലോസും സീലാസും ജയിലറയിൽ കഴിയുമ്പോൾ അത്ഭുതകരമായി ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവർ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് ജയിലറയിൽ നിന്ന് മോചനം നൽകുകയാണ്. ഇങ്ങനെ മോചനം നൽകുമ്പോൾ അവിടെ ജയിലിന് കാവൽ നിന്നുകൊണ്ടിരുന്ന പാറാവുകാരൻ അവൻ ഭയപ്പെട്ടു. കാരണം എന്താണ്? പൗലോസും സീലാസും ചെങ്ങലകൾ അഴിക്കപ്പെട്ട് ആ ജയിലിൽ നിന്നും മോചിതനാകാൻ പോവുകയാണ്. ആ പാറാവുകാരന് മനസ്സിലായി തൻ്റെ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം പൗലോസും സീലാസും അനുവാദമില്ലാതെ ജയിലറയിൽ നിന്നും ഒളിച്ചോടി രക്ഷപ്പെടുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പാറാവുകാരൻ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? വചനം പറയുന്നു, അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. അവൻ വാളൂരി തന്നെ നശിപ്പിക്കുവാൻ ഒരുങ്ങി, ആത്മഹത്യക്കൊരുങ്ങി എന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ഭയപ്പെടുന്ന വ്യക്തികൾ രണ്ടാമതായി ചെയ്യുന്ന കാര്യം ഇതാണ്, സ്വന്തം ജീവിതത്തെ അവർ നശിപ്പിക്കും, അവർ ആത്മഹത്യക്കൊരുങ്ങും. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ പ്രത്യാശയില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. അവർ ജീവിതത്തിൽ ഭയപ്പെടുകയാണ്. ഇനിയും എങ്ങനെ ജീവിക്കും? സാമ്പത്തിക കടബാധയുടെ മുമ്പിൽ, തകർച്ചകളുടെ മധ്യത്തിൽ, ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും?
ലോകത്തെ നോക്കിയപ്പോൾ ഭയം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഉദിതനായ കർത്താവ് കടന്നു വന്നിരിക്കുന്നത് നിനക്ക് ഭയത്തിൽ നിന്നും ഒരു ആന്തരിക സൗഖ്യം നൽകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ഈശോയുടെ വചനം നമുക്ക് ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ നൽകുന്നത്. വചനം പറയുന്നു, അത് യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുവാനാണ്. മരണഭയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു കല്ലറയിൽ ഒതുങ്ങിക്കൂടേണ്ട ജീവിതമല്ല. മരണത്തിനപ്പുറം നിൽക്കുന്ന ഒരു ജീവിതമുണ്ടെന്ന് യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരമെന്ന് പറയുന്നത് അത് മരിച്ച് മണ്ണോട് ചേർന്ന് ചെതലിരിക്കേണ്ടതല്ല, പുഴുവരിക്കേണ്ടതല്ല. മറിച്ച് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവന് യേശുവിൽ പുനരുദ്ധാനമുണ്ടെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ടാണല്ലോ വചനത്തിൽ പറയുന്നത്, യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ നടന്ന ചില സംഭവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുണ്ട്. എന്താണത്? ഇതാ, യേശുവിൻ്റെ മരണവേളയിൽ വിശുദ്ധന്മാരുടെ ശരീരം ഉയർപ്പിക്കപ്പെട്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് വിശുദ്ധന്മാരുടെ ശരീരം ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ഇതാ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ മരണം മൂലം നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാ ഈശോ നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയാണ്. ഇതിനെക്കുറിച്ച് നിരാശപ്പെട്ട് ജീവിക്കരുത്, ഭയപ്പെട്ട് ജീവിക്കരുത്. ഉദ്ധിതനായ ഞാൻ ഇതാ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണഭയത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണഭയത്തിന് അടിമപ്പെടുത്തുന്ന പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു ആന്തരിക സൗഖ്യം നൽകുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ഭയത്തിൻ്റെ മേഖല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഉദ്ധിതനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. കർത്താവെ, ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉദ്ധിതനായ കർത്താവ് ഭയപ്പെടുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ, പഴയ നിയമത്തിലെ പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം എന്താണെന്നറിയാമോ? പാപം ചെയ്തതിൻ്റെ പേരിൽ കുറ്റബോധത്തിൽ, ദുഃഖത്തിൽ, നിരാശയിൽ അകപ്പെട്ട് ജീവിച്ച ആദവും ഹവ്വായും തങ്ങളെ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ അത്തിയിലകൾക്കിടയിൽ ഒളിച്ചിരുന്നുവെന്ന് വചനം പറയുന്നു. എങ്ങനെ ഒളിച്ചിരുന്നു? ഭയപ്പെട്ട് ഒളിച്ചിരുന്നു. എന്നാൽ പിതാവായ ദൈവം ആ ഭയത്തിൻ്റെ മധ്യത്തിലേക്ക്, ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരെ സ്നേഹിക്കുകയാണ്. ഈ പിതാവിൻ്റെ ചിത്രമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മളുടെ പാപങ്ങൾ ഓർത്തിരിക്കാത്തവനാണ്. അതുകൊണ്ട് നമുക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. സ്നേഹപൂർവം, സ്നേഹത്തോടുകൂടി ഇന്ന് നമുക്ക് പേര് ചൊല്ലി വിളിക്കുവാൻ ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് നസറായനായ യേശു ക്രിസ്തു എന്നാണ്. വീണ്ടും വചനം പറയുന്നു, ഉദ്ധിതനായ കർത്താവ് ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സന്ദേശമുണ്ട്. വേദനിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക. ഉദ്ധിതനായ കർത്താവ് മനുഷ്യൻ്റെ വ്യാകുലതകളും ആകുലതകളെയും പറ്റി നൊമ്പരപ്പെടുന്ന ഒരു ദൈവമാണ്. കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എവിടെ മനുഷ്യൻ വേദനിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവിടേക്കെല്ലാം അവൻ കടന്നു വന്നിട്ടുണ്ട്. ഇനിയും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വ്യാഖ്യാനമുണ്ട്. എന്തിനാണ് മധ്യത്തിലേക്ക് കടന്നു വന്നത്? ഒരു പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തി ജീവിതത്തിൽ നിസ്സഹായനായി കരയുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ ആരും സഹായിക്കാനില്ലാതെ വേദനിച്ച് ജീവിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കാതലായ പ്രശ്നങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വന്നു എന്നാണ് അതിനർത്ഥം. എന്നിട്ട് അവരെ സഹായിച്ചു. അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല, അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല, അവരുടെ ജീവിതത്തിൽ ആനന്ദമില്ല.
അതുകൊണ്ട് എന്ത് ചെയ്തു? പുനരുദ്ധാനം ചെയ്ത കർത്താവ് മനുഷ്യന് എന്താണോ ആവശ്യം, അവൻ എന്താണോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, അതെല്ലാം തിരികെ കൊടുക്കുകയാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ശാലോം, നിങ്ങൾക്ക് സമാധാനം. എനിക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് സമാധാനം ആശംസിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുമുഖം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ദൈവം തന്നെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കുന്ന ദൈവം തൻ്റെ സ്നേഹിക്കുന്ന മുഖം വെളിപ്പെടുത്തി, അനുകമ്പയുള്ള ദൈവം തൻ്റെ അനുകമ്പയുടെ മുഖം വെളിപ്പെടുത്തി, ആർദ്രതയുള്ള ദൈവം തൻ്റെ ആർദ്രതയുടെ മുഖം വെളിപ്പെടുത്തി. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും നോക്കിയാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പഴയ നിയമത്തിലേക്ക് കടന്നെല്ലാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹോറബ് മലയിൽ വഴിതെറ്റി വേദനിച്ച് കഴിയുന്ന മോശ എങ്ങോട്ട് പോകണമെന്നറിയാതെ, വഴിയറിയാതെ വഴിതെറ്റി വേദനിച്ച് കഴിയുമ്പോൾ വചനം പറയുകയാണ്, ദൈവം ഹോറബ് മലയിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തി. മോശയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ വഴിതെറ്റി യാത്രയുടെ മധ്യത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഇവിടെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒന്നും കിട്ടാതെ വേദനിച്ച് വ്യസനിച്ച് കഴിയുമ്പോൾ യേശു തന്നെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലായ്മയുടെ മധ്യത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവരുടെ കണ്ണുനീരിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി എന്നാണ് അർത്ഥം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായമാണ് 21-ാം അധ്യായം. യേശു അവസാനമായി ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗമാണിത്. ഇതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായവുമായി ചില ബന്ധങ്ങളുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കാനായിലെ വിവാഹവേളയിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യോഹന്നാൻ 2:11 പറയുന്നു, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി. എവിടെയാണ് ഈശോ മഹത്വം വെളിപ്പെടുത്തിയത്? ഒരു കുടുംബത്തിലെ ഇല്ലായ്മയുടെ മധ്യത്തിൽ, തകർക്കപ്പെട്ട സ്വപ്നങ്ങൾക്ക് മധ്യത്തിലാണ് ഈശോ തന്നെ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നിന്റെ ഇല്ലായ്മകളും നിന്റെ പരാജയങ്ങളും നിന്റെ കഷ്ടപ്പാടും നിന്റെ കണ്ണുനീരും നിന്റെ സഹനങ്ങളും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള അവസരമാണെന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ എല്ലാം തകർന്നിരിപ്പണമായി എല്ലാ സ്വപ്നങ്ങളും തല്ലിയുടക്കപ്പെട്ട അനുഭവങ്ങളുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം, മനുഷ്യൻ അവസാനിപ്പിച്ചെടുത്ത് ദൈവം ഇതാ ആരംഭിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ ആരംഭിക്കുകയാണ്. ഇതാണ് ദൈവം വെളിപ്പെടുത്തിയത്. സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖം, കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം, അതാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൽ നാം കണ്ടെത്തുക. അപ്പോൾ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുകയാണ്, അവിടുന്ന് സമാധാനം കൊടുത്തതിന് ശേഷം വചനം പറയുന്നു, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും അതോടൊപ്പം തന്നെ തൻ്റെ പാർശ്വവും അവരെ കാണിച്ചു കൊടുത്തു. തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അവൻ്റെ കൈകളിൽ മുറിവിൻ്റെ ആണിപ്പാടുകളുണ്ട്, അവൻ്റെ പാർശ്വത്തിൽ മുറിപ്പാടുകളുണ്ട്. ഇതാ ഈ ലോകത്തിലെ സകല ദൈവമക്കളും തങ്ങളുടെ മുറിവുകൾ ഉണക്കുവാൻ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ, ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉദ്ധിതനായ കർത്താവ് നമുക്ക് ഒരു ആധ്യാത്മികമായ സന്ദേശം നൽകുന്നു. എല്ലാവരും മുറിവുകൾ ഉണങ്ങുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മുറിവുകൾ ഉണക്കാതെ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. എന്താണ് ഇതിനർത്ഥം? തൻ്റെ ജീവിതത്തിലെ മുറിവുകളെ തിരുമുറിവുകളാക്കിക്കൊണ്ട് ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണിത്. ഈശോ പറഞ്ഞില്ലേ, പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ, വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈശോ ചെയ്തത് അതാണ്. തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരെ വെറുക്കാതെ, അവരോട് പ്രതികാരം ചെയ്യാതെ, അവരോട് പ്രതികാരം വീട്ടാതെ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. നമ്മൾ മനുഷ്യ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരിക. പലപ്പോഴും പഴയകാല ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതെല്ലാം കിള്ളിച്ചകഞ്ഞുകൊണ്ട് വർത്തമാനകാല ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നവരാണ് മനുഷ്യൻ. പഴയകാല ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞ കഥകളും വഞ്ചിച്ച കഥകളും വേദനിപ്പിച്ച അനുഭവങ്ങളുമാണ് ഇന്ന് പലരും പങ്കുവെക്കുന്നത്. എന്നിട്ട് പലരും പറയുന്നു, എനിക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഉദ്ധിതനായ കർത്താവിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ സുഹൃതമെന്ന് പറയുന്നത് ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ് ഉദ്ധിതനായ കർത്താവിൽ കാണുക.
പലരും ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ കുരിശിലെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മനസ്സിലാക്കണം, ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തള്ളിപ്പറഞ്ഞ കഥകളോ വഞ്ചിച്ച കഥകളോ ഒന്നും അവരോട് ചോദിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു ഉത്തരമായി സ്നേഹിക്കുന്ന ദൈവമായി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ ശപിക്കരുത്, നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, മറിച്ച് നിങ്ങൾ അനുഗ്രഹിക്കുവിൻ, അതുവഴി നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. ഉദ്ധിതനായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ. ഉദ്ധിതനായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ, നമ്മൾ മുൻകൈ എടുക്കുവാൻ ഉദ്ധിതനായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിനും ശിഷ്യന്മാർക്കും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു സ്നേഹബന്ധമുണ്ട്. യേശുവിനും ശിഷ്യന്മാർക്കുമിടയിൽ നഷ്ടപ്പെട്ട ഒരു സ്നേഹബന്ധമുണ്ട്. ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് അവൻ ആ സ്നേഹബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മൾ നോയമ്പൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ വലിയ ആഴ്ചയിലേക്ക്, വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നീ ചിന്തിച്ചു നോക്കുക, നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കുവാനുണ്ടോ? നിന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും ക്ഷമ കൊടുക്കാതെ കഠിന ഹൃദയവുമായി നിന്റെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടോ? എങ്കിൽ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിന് നിനക്ക് അവകാശമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിച്ചില്ലേ, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു അൽത്താരയിൽ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കണം. ആ ബലിയർപ്പണത്തിനാണ് വിലയുള്ളത്, ആ പ്രാർത്ഥനയ്ക്കാണ് ശക്തിയുള്ളത്. ഉദ്ധിതനായ കർത്താവിന് പുനരുദ്ധാനം കൊടുത്ത് പിതാവായ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഈശോ അനുരഞ്ജനത്തിൻ്റെ ബലി കുരിശിൽ അർപ്പിച്ചതുകൊണ്ടാണ്. പാപികളോട്, വേദനിപ്പിച്ചവരോട്, പരിഹസിച്ചവരോട്, പുച്ഛിച്ചവരോട്, തള്ളിപ്പറഞ്ഞവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് മരിച്ചതുകൊണ്ടാണ് യേശുവിന് പിതാവായ ദൈവം പുനരുദ്ധാനം സമ്മാനമായി കൊടുത്തത്. ക്ഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും, ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് ദൈവാനുഭവങ്ങളുണ്ടാകും, ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും, ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കും. ഉദ്ധിതനായ കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. നിനക്ക് രണ്ടാമത്തെ മേഖല ആന്തരിക സൗഖ്യം നൽകുവാൻ, ക്ഷമയുടെ മേഖല, വെറുപ്പിൻ്റെ മേഖല നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉദ്ധിതനായ കർത്താവ് നിനക്ക് ആ മേഖലയിൽ സൗഖ്യം നൽകുവാനായിട്ട് നിന്നെ ക്ഷണിക്കുകയാണ്. നിന്നെ വേദനിപ്പിച്ചവരെയും നീ വേദനിപ്പിച്ചവരെയും നിന്റെ സ്വപ്നങ്ങളുടെ ചില്ലുകൊട്ടാരങ്ങൾ തകർത്ത് കളഞ്ഞ വ്യക്തികൾ നിന്റെ ജീവിതത്തിലുണ്ട്, ഈ കുടുംബ ബന്ധങ്ങളിലുണ്ട്, ജീവിത സാഹചര്യങ്ങളിലുണ്ട്. പ്രതികാരം ചെയ്യാതെ അവർക്ക് മുമ്പിൽ സ്നേഹിക്കുന്ന ദൈവമായി പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ മുറിവുകളും മുറിപ്പാടും കാണിച്ചുകൊണ്ട്, സ്നേഹിത, നിനക്ക് സമാധാനമെന്ന് പറയുവാൻ നിനക്ക് സാധിച്ചാൽ നീ ആഘോഷിക്കുവാൻ പോകുന്ന ഈസ്റ്ററിന് അർത്ഥമുണ്ട്, നീ ആഘോഷിക്കാൻ പോകുന്ന ഈസ്റ്ററിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഒരു ചടങ്ങുകളായിട്ട് മാറും. പുനരുദ്ധാനം ചെയ്ത കർത്താവ് വീണ്ടും വചനത്തിൽ പറയുന്നു, അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. കർത്താവിനെ കണ്ട് ഇതാ ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. എന്താണ് ഈ വാക്കിനർത്ഥം? ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം എന്തെന്നറിയാത്ത ശിഷ്യന്മാർ, ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ഉദ്ധിതനായ കർത്താവ് വന്ന് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ വചനം പറയുന്നു അവർ സന്തോഷിച്ചു. എന്താണ് ഈ വചനത്തിന് അർത്ഥം? നിന്റെ ജീവിതത്തിൽ നിനക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. നീ നിനക്കുള്ള സമ്പത്ത് നിന്നെ കൈവിടും, നിന്റെ ആരോഗ്യം നിനക്ക് നഷ്ടപ്പെടും, നിന്റെ നേട്ടങ്ങൾ നിന്നെ ഒരു നാളിൽ ഉപേക്ഷിക്കും. എങ്കിലും നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം നിന്റെ കൂടെയുണ്ട്. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത്, നിലനിൽക്കുന്ന ആനന്ദമെന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്, അവനെ കണ്ടുമുട്ടുമ്പോഴാണ്, അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം പറയുന്നുണ്ട്, അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. നീ എന്ത് ചെയ്യണം?
പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ മുറിവുകളിലേക്ക്, അവൻ്റെ തിരുമുഖത്തേക്ക് നീ നോക്കണം. നിന്റെ ദുഃഖത്തിൻ്റെ നടുവിൽ, നിന്റെ വേദനയുടെ മധ്യത്തിൽ, നിന്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ, നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളുടെ, തകർക്കപ്പെട്ടു പോയ സ്വപ്നങ്ങളുടെ മധ്യത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് ആനന്ദമുണ്ടാകും, നിത്യം നിലനിൽക്കുന്ന സന്തോഷമുണ്ടാകും, നിത്യം നിലനിൽക്കുന്ന സമാധാനമുണ്ടാകും. അതുകൊണ്ട് കുടുംബസമേതം വ്യക്തിപരമായി പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടുന്ന പരിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കുവാനായി ഈ ഒരു തീരുമാനം നീ ജീവിതത്തിൽ എടുക്കുക. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനം നിനക്ക് തിരിച്ചു നൽകുന്നു. മറ്റൊരു മേഖലയാണ് ഉദ്ധിതനായ കർത്താവ് ആന്തരിക സൗഖ്യം നൽകുന്നത്. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട ഒരു അനുഭവം, എപ്പോഴും ദുഃഖിച്ചു കഴിയുന്ന ചില വ്യക്തികളുണ്ട്. ബിസിനസ്സിലെ പരാജയമായിരിക്കാം, മറ്റു പല പ്രശ്നങ്ങളായിരിക്കാം. ചില വ്യക്തികൾ എപ്പോഴും ദുഃഖിച്ചു കഴിയുക. ഞാൻ പറഞ്ഞില്ലേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് ദുഃഖമായിരുന്നു. മഗ്ദലന മറിയത്തിന് ദുഃഖമായിരുന്നു. അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോ അവരെ അനുഗ്രഹിക്കുമ്പോൾ മറ്റൊരർത്ഥം ഇതാണ്: ദുഃഖത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ആന്തരിക സൗഖ്യം നൽകുന്നു. ബാറൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നുണ്ട്, നീ നിന്റെ ദുഃഖത്തിൻ്റെയും വിലാപങ്ങളുടെയും വസ്ത്രം അഴിച്ചു മാറ്റുക, നീ സന്തോഷത്തിൻ്റെയും മഹത്വത്തിൻ്റെയും വസ്ത്രം ധരിക്കുക. ഏശയ്യ 61:3 പറയുന്നുണ്ട്, സ്തുതിയുടെ മേലങ്കി, സന്തോഷത്തിൻ്റെ മേലങ്കി ഞാൻ നിനക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം തിരുവചനം, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ അല്പസമയം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് സന്ദർശിക്കും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പുനരുദ്ധാനം ചെയ്ത കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ രോഗാവസ്ഥയിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, നിന്റെ വേദനയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ, നിന്റെ വിലാപം ആനന്ദത്തിൻ്റെ നൃത്തമാക്കി മാറ്റുവാൻ, നിന്റെ രോഗം സൗഖ്യമാക്കി മാറ്റുവാൻ ഇതാ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും തിരുവചനം പറയുന്നുണ്ട്, ഇതാ കർത്താവ് അവർക്ക് സമാധാനം ആശംസിച്ചതിന് ശേഷം അവരോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ സഹനം കടന്നുപോയി എന്നർത്ഥമില്ല. ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ സഹനങ്ങൾ തീർന്നു എന്ന് അർത്ഥമില്ല. ഈശോ പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ. എങ്ങനെയാണ് പിതാവ് അയച്ചത്? എന്തിനു വേണ്ടിയാണ് പിതാവ് അയച്ചത്? സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, കുരിശിൽ മരിക്കുവാൻ. പിതാവ് എന്നെ അയച്ചതുപോലെ ഇതാ ഞാനും നിങ്ങളെ ശിഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ ശിഷ്യന്മാരെ യേശു അയക്കുകയാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും യേശു ഒരു സുവിശേഷ വേല തന്നിട്ടുണ്ട്. പിതാവായ ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ച അതേ സുവിശേഷ വേല. സകല മക്കൾക്കും യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, സകല മക്കൾക്കും യേശു നൽകിയ രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുക. അങ്ങനെ സുവിശേഷ ദൗത്യവുമായി പറഞ്ഞയക്കുന്ന ദൈവമക്കൾക്ക് യേശു നൽകുന്ന ഒരു അധികാരമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നൽകുന്ന വലിയ വലിയ ആത്മീയമായ ചില വെളിപ്പെടുത്തലുകളുണ്ട്. യേശുവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18. ഇതാ എന്താണ് ഇതിനർത്ഥം? തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഈശോ ഉദ്ധാനത്തിന് ശേഷവും ആ വാഗ്ദാനം നിറവേറ്റുന്നതായിട്ടാണ് നാം കാണുക. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മൾ വാഗ്ദാനം കൊടുക്കുന്നവരാണ്. പല വ്യക്തികളുമായി ഉടമ്പടിയിൽ ഏർപ്പെടും. എന്നാൽ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളുണ്ടാകുമ്പോൾ, സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഉടമ്പടി ലംഘിക്കും, വാഗ്ദാനം മറക്കും. എന്നാൽ ഉദ്ധിതനായ കർത്താവ്, പുനരുദ്ധാനം ചെയ്തവൻ വാഗ്ദാനം മറക്കുന്നവനല്ല, ആ വാഗ്ദാനം നിറവേറ്റുന്നവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖലയാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയെന്ന് പറയുമ്പോൾ, അധികാരത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ നൽകിയെന്ന് പറയുമ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൂട്ടിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. മാത്രമല്ല, പരിശുദ്ധാത്മാവിനോടൊപ്പം തന്നെ വീണ്ടും ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ചില അധികാരത്തിൻ്റെ മേഖലകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം
16-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, സകല മതവിഭാഗത്തിൽപ്പെട്ടവരോടും സകല ദൈവമക്കൾക്കും യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം പങ്കുവെച്ചു കൊടുക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ സ്വീകരിച്ചാൽ നിനക്ക് രക്ഷയുടെ അനുഭവമുണ്ടാകും. എന്നിട്ട് വചനം പറയുകയാണ്, ഇതാ അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കൈകളിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും. പുനരുദ്ധാനം ചെയ്ത കർത്താവ് വൈദികർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന സകല ദൈവമക്കൾക്ക് നൽകുന്ന ഒരു അധികാരത്തിൻ്റെ മേഖലയാണ് പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്, സൗഖ്യമുണ്ട്, ജീവനുണ്ട്. അതുകൊണ്ട് ജീവിതാവസ്ഥകളിൽ തകർന്നിരിക്കുന്ന ഏതു മതവിഭാഗത്തിൽപ്പെട്ട ദൈവമക്കളുമാകട്ടെ, നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക, നിനക്ക് രക്ഷയുണ്ടാകും. വീണ്ടും പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന മറ്റൊരു അധികാരത്തിൻ്റെ മേഖലയാണ് തിരുസഭയുടെ കാവലായിരിക്കുവാൻ പത്രോസിനെ ഏൽപ്പിക്കുന്ന ധർമ്മം. നമുക്കറിയാം, ഉദ്ധാനം ചെയ്ത കർത്താവ് പത്രോസിന് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുക്കുമ്പോൾ ഇതിന് ഉൽപ്പത്തി പുസ്തകവുമായി ഒരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ധ്യാനത്തിൻ്റെ 1-ാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദവും ഹവ്വായും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറുദീസായിയുടെ താക്കോലുകൾ ദൈവം തിരിച്ചു വാങ്ങി. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഇതാ ആദത്തിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട താക്കോലാണ് കുരിശുമരണത്തിന് ശേഷം യേശു പത്രോസിന് നൽകിക്കൊണ്ട് തിരുസഭ സ്ഥാപിക്കുവാൻ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ യേശു പിതാവായ ദൈവം വിഭാവനം ചെയ്ത ആ സ്വർഗരാജ്യം പത്രോസിലൂടെ യേശു വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. ഈ യേശുവിനെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന വേദിയാണ് തിരുസഭ. പരിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ ഉദിതനായ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ, യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നാളുകളിൽ നാം ചിന്തിക്കേണ്ട ഒരു സത്യമുണ്ട്. ഉദ്ധിതനായ കർത്താവ് ഓരോ ദിവ്യബലിയിലും എഴുന്നള്ളി വരുന്നു. ഉദ്ധിതനായ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ ഉദ്ധിതനായി സന്നിഹിതി ചെയ്യുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് 2008 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ഇതാ അതേ ബലി തന്നെയാണ് ഇവിടെ വീണ്ടും ആശീർവദിക്കപ്പെടുന്നത്, ആവർത്തിക്കപ്പെടുന്നത്. ഈ തിരുബലിയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ലഭിച്ച അതേ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അന്ന് ലഭിച്ച അതേ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് അന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ? യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ സമയത്ത് 7 അനുഗ്രഹങ്ങൾ നടന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി വചനത്തിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ പറയുന്നു, അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീലകൾ 2ആയി കീറിമുറിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഈ തിരുവചനത്തിനർത്ഥം? പഴയ നിയമത്തിൽ നമുക്കറിയാം, പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കുവാൻ വേണ്ടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ തിരശ്ശീലയ്ക്ക് അപ്പുറം ജനം നിൽക്കുന്നു. തിരശ്ശീലയുടെ അകത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതന് മാത്രമേ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ അകലങ്ങളുണ്ട്. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ തിരശ്ശീല ദേവാലയത്തിൽ 2ആയി കീറിമുറിക്കപ്പെട്ടുവെങ്കിൽ ഇതാ ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ സന്ദേശം ഇതാണ്. ഇന്നു മുതൽ പരിശുദ്ധ ബലിവേദി, യേശു ക്രിസ്തുവിൻ്റെ ബലിവേദി എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന സകല ദൈവമക്കൾക്കുമുള്ളതാണ്. അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഈ ബലിപീഠത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ തിരുമുഖത്തേക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി നോക്കുവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അവൻ തൻ്റെ രക്തം കൊണ്ട്, കുരിശിലെ ബലി കൊണ്ട് എല്ലാ ഗോത്രത്തിലും എല്ലാ ഭാഷയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും ഉള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. അവൻ എല്ലാ ഗോത്രത്തിലും പെട്ടവരെ, എല്ലാ ഭാഷയിലും പെട്ടവരെ തനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇതാ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സന്ദേശം.
ഇന്നു മുതൽ യേശുവിൻ്റെ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഈ ലോകത്തിലെ സകല ദൈവമക്കൾക്കും വന്ന് പങ്കെടുക്കാം. അവനെ സ്വന്തമാക്കി മാറ്റാം. അവൻ്റെ ദിവ്യബലിയിൽ കടന്നു വന്നുകൊണ്ട് ജീവിത പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ നടന്ന രണ്ടാമത്തെ അത്ഭുതമെന്ന് പറയുന്നത് പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, പാറകൾ പിളർന്നുപോയി. രണ്ടാമത്തെ അത്ഭുതമാണ്. ഇന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു, തകർച്ചകൾ ഇല്ലാതാകുന്നു. യേശുവിൻ്റെ തിരുബലിയിൽ പങ്കെടുക്കുമ്പോൾ നടക്കുന്ന രണ്ടാമത്തെ അത്ഭുതം, പാറകൾ പിളരുന്നു. വീണ്ടും വചനം പറയുന്നു, വചനത്തിൽ പറയുകയാണ്, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ഇത് ഓരോ ദിവ്യബലിയിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ മേഖലയാണ്. നിന്റെ ജീവിതത്തിൽ പൈശാചിക ബന്ധനമുണ്ടോ, തകർച്ചയുണ്ടോ? ദിവ്യബലിയിൽ പങ്കെടുക്കുക. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ട് നിനക്ക് ബന്ധനവിമുക്തി ദിവ്യബലിയിൽ നിന്ന് ലഭിക്കും. മൂന്നാമതായിട്ട് വചനം പറയുന്നത് ഒരു കാര്യമുണ്ട്. ശതാധിപൻ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അവൻ പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. വിശ്വാസം വർദ്ധിക്കുന്ന അനുഭവം ഇന്ന് ഓരോ ദിവ്യബലിയിലും നമുക്കും ലഭിക്കുന്നുണ്ട്. ഹെബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. ഇന്നലെ മരിച്ചുപോയ ദൈവമല്ല നമുക്കുള്ളത്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കുന്ന അനുഭവം നിനക്കുണ്ടാകും. നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വചനത്തിൽ പറയുന്നു, പരിശുദ്ധ അമ്മയെ ഈശോ സമ്മാനമായി സകല ദൈവമക്കൾക്കും നൽകി. ഈശോ കുരിശിൽ കിടന്ന് ബലിയർപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമകനും ദൈവമകൾക്കും ദൈവ പൈതലിനും ഇന്നും ദൈവം സമ്മാനമായിട്ട് നൽകുന്നു പരിശുദ്ധ അമ്മയെ. നിന്റെ ആത്മീയ ജീവിതത്തിൽ തളരാതിരിക്കുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തിൽ തകരാതിരിക്കുവാൻ നിനക്കൊരു അമ്മയെ ആവശ്യമുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം, ഒരു മാതൃവാത്സല്യം, ഒരു മാതൃസ്നേഹം, ഒരു മാതൃ സാന്നിധ്യം നിന്റെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ്. അമ്മയെ വിശുദ്ധ ബലിയിൽ ഈശോ നൽകുന്നു. വീണ്ടും അടുത്തതായിട്ട് നമ്മൾ കാണുന്ന അഞ്ചാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യേശുവിൻ്റെ മരണത്തോടുകൂടി വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും നിത്യജീവനുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ ബലിയിൽ പങ്കെടുത്താൽ നിന്റെ ജീവിതം അഴിയാതെ നിത്യം നിലനിൽക്കും. നിനക്ക് നിത്യജീവൻ ലഭിക്കും. മറ്റൊരു അത്ഭുതത്തിൻ്റെ മേഖലയാണ്. ഇതാ യേശു ബലിയർപ്പിച്ചപ്പോൾ ആ കള്ളൻ മാനസാന്തരപ്പെടുകയാണ്. യേശുവിൻ്റെ വലതുവശത്ത് കടന്നുവെന്ന് പറഞ്ഞിരുന്ന കള്ളൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുവിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ, അങ്ങ് സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവൻ്റെ മനസ്സിന് മാറ്റമുണ്ടായി. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കൾക്കും മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടാകും, പശ്ചാത്താപത്തിൻ്റെ അനുഭവമുണ്ടാകും, മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടാകും. മറ്റൊരു മേഖല എന്ന് പറയുന്നത് പാരമ്പര്യം പറയുന്ന ഒരു കഥയാണ്. ഇതാ യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ ശതാധിപൻ ഒരു അന്ധനായിരുന്നുവെന്ന് പാരമ്പര്യം പറയുന്നു. ആ കുന്തം കൊണ്ട് ഹൃദയത്തിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്നും ചിതറിക്കപ്പെട്ട രക്തത്തുള്ളികൾ ആ അന്ധൻ്റെ കണ്ണുകളിലേക്ക് വീണപ്പോൾ അന്ധന് കാഴ്ച ശക്തി കിട്ടിയെന്ന് പറയുന്നു. പാരമ്പര്യം പറയുന്ന കഥയാണ്. എങ്കിലും നമുക്കറിയാം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോഴും നടക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ മേഖലയാണ്. അനേകർക്ക് രോഗശാന്തികൾ ലഭിക്കുന്നു, അനേകർക്ക് രോഗശാന്തികൾ ലഭിക്കുന്നു. വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ അന്ധന്മാർ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ ചെകിടർ കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിയിൽ നിനക്ക് രോഗശാന്തി കിട്ടുന്നു. അവസാനമായി വിശുദ്ധ ബലിയിൽ നാം കാണുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് വിശുദ്ധ ബലിയിൽ യേശു ക്രിസ്തു കാൽവരി മലയിൽ ബലിയർപ്പിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തത്തുള്ളികളും ജലവും ഒഴുകിയിറങ്ങി എന്ന് പറയുന്നു. ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ദിവ്യബലിയിൽ ഇന്നും പങ്കെടുക്കുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉദ്ധിതനായ കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ, തിരുവചനത്തിലൂടെ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പുനരുദ്ധാനം ചെയ്ത് ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവനായ കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോയെ,
തിരുവചനത്തിൽ ജീവിക്കുന്ന ഈശോയെ, ലോകമെമ്പാടും അങ്ങയുടെ സുവിശേഷം എത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, വിശ്വാസികളായി മാറുവാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. സുവിശേഷം എത്താത്ത രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും മക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം ദൈവവചനം എത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കുകൊണ്ട സകല ദൈവമക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.